Greetings to all. I am Pranav Baburaj. In this video, we'll try to understand C Corporation. So, C Corporation എന്താണ്? C Corporationലെ features എന്താണ്? C Corporationലേക്ക് just ഒരു introduction ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So, we'll try to dive into what is C Corporation. ഇതിൻ്റെ ഒരു following multiple videos ഉണ്ടായിരിക്കും. അതിൽ C Corporationന്റെ ബാക്കി formation, then C Corporation operations, dissolutions, അല്ലെങ്കിൽ C Corporation dispositions ഇതെല്ലാം നമ്മൾ പഠിക്കും. As you know, C corporations are non-pass-through entities which satisfy the rules of subchapter C. Subchapter C യിലെ features follow ചെയ്യുന്ന corporations നെ നമ്മൾ വിളിക്കുന്ന പേരാണ് C corporations. അതായത് subchapter C of IRC, Internal Revenue Code ലെ subchapter C follow ചെയ്യുന്ന organizations നെ, അതായത് corporations നെ നമ്മൾ പറയുന്ന പേരാണ് C corporations. So ഈ C corporation കുറച്ച് features ഉണ്ട്. അതായത് C corporation unlimited shareholders, എത്ര വേണമെങ്കിലും shareholders ആകാം. അതേപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും C corporationന്റെ ഷെയർ ഹോൾഡർ, കമ്പനികൾക്കാകാം, ഫോറിൻ കമ്പനീസിനാകാം, ആർക്ക് വേണമെങ്കിലും ഒരു C corporationന്റെ ഓണർ ആകാനായിട്ട് പറ്റും. മക്കളെ, ഒരു ഇൻഡിവിജ്വലിന് മാത്രമല്ല കേട്ടോ നമ്മുടെ കോർപ്പറേഷൻസിന്റെ ഡിവിഡൻസ് അല്ല, ഷെയർസ് മേടിക്കാനായിട്ട് പറ്റും. ഓർഗനൈസേഷൻസിലും വേറെ ഓർഗനൈസേഷനിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാറ്റയുടെ ഷെയർസ് വേണമെങ്കിൽ വേറൊരു കമ്പനിക്കായിട്ട് മേടിക്കാം, അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മേടിക്കാം. അല്ലാതെ ഇൻഡിവിജ്വൽസിന് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മേടിക്കാനായിട്ട് പറ്റും. സോ അതുപോലെ തന്നെ ഒരു ഓണർഷിപ്പ് റെസ്ട്രിക്ഷനും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഒരു C കോർപ്പറേഷന്റെ ഓണർ ആകാനായിട്ട്, അതായത് ഷെയർ ഹോൾഡർ ആകാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അൺലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സ്, എത്ര ഷെയർ ഹോൾഡേഴ്സ് വേണമെങ്കിലും C കോർപ്പറേഷൻ ആകാം. അതേപോലെ തന്നെ ഈ സ്റ്റോക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഷെയർസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് എന്നൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ അങ്ങനെ മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഒരു C കോർപ്പറേഷൻ ഉണ്ടാകാം. S കോർപ്പറേഷനിൽ ഇതിൽ പലതും പറ്റില്ല. അതായത് S കോർപ്പറേഷനിൽ ചിലപ്പോൾ S കോർപ്പറേഷൻ ഒരിക്കലും അൺലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സ് പറ്റില്ല. അതായത് 100 ഷെയർ ഹോൾഡേഴ്സിന് താഴെയല്ലേ പറ്റുള്ളൂ. അതേപോലെ തന്നെ C കോർപ്പറേഷന്റെ ഫീച്ചേഴ്സ് ആണ് അൺലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സ്, നോ ഓണർഷിപ്പ് റെസ്ട്രിക്ഷൻ, ആർക്ക് വേണമെങ്കിലും ഓണർ ആവും, മൾട്ടിപ്പിൾ സ്റ്റോക്ക് ക്ലാസ്സസ്, അതായത് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, എന്ത് ടൈപ്പ് ഓഫ് ഷെയർസ് വേണമെങ്കിലും ഉണ്ടാകാം. അതേപോലെ തന്നെ പെർപെച്വൽ ലൈഫ് അല്ലെങ്കിൽ പെർപെച്വൽ സക്സഷൻ എന്ന് പറയും. അതായത് ഓണർ മരിച്ചുപോയി എന്ന് പറഞ്ഞ ആ കമ്പനി ഇത് ചെയ്യില്ല, അതായത് നിർത്തിപ്പോവില്ല. ദ കമ്പനി ഹാസ് കണ്ടിന്യൂസ് ലൈഫ്, അതായത് കമ്പനി ഒരിക്കലും നിർത്തിപ്പോവില്ല. ഇറ്റ് വിൽ ഹാവ് ഫ്യൂച്ചർ. പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു പോകും. അതായത് കമ്പനി വിൽ ഗോ ഓൺ വെദർ ദി ഓണർ ഡൈ, വെദർ ഷെയർ ഹോൾഡർ ഡൈസ് ഓർ നത്തിങ്, ദ ഓർഗനൈസേഷൻ വിൽ ഗോ ഓൺ. അതേസമയം നിങ്ങൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കട നടത്തുന്ന വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ കമ്പനി നിന്ന് പോകും അല്ലേ, വേറൊരു ആളാണ് നടത്തിയാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് കമ്പനി. പക്ഷേ ഒരു C കോർപ്പറേഷന് പെർപെച്വൽ സക്സഷൻ, അത് ഷെയർ ഹോൾഡർ മരിച്ചാലും ആ ഓർഗനൈസേഷൻ വിൽ ഹാവ് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ വിൽ ഹാവ് ഇൻഫിനിറ്റ് ലൈഫ് എന്നാണ് നമ്മൾ പറയുക. ആൻഡ് അതേപോലെ തന്നെ മെയിൻ ഫീച്ചർ ആണ് C കോർപ്പറേഷൻ വിൽ ബി ഡബിൾ ടാക്സ്ഡ്. നമ്മൾ പറഞ്ഞു C കോർപ്പറേഷൻ ഉണ്ടാക്കുന്ന ഇൻകത്തിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, കോർപ്പറേറ്റ് ലെവലിൽ 21% ടാക്സ് അടയ്ക്കണം. എന്നിട്ട് ആ ഇൻകം ഇൻഡിവിജ്വൽസിന് ഡിവിഡൻസ് ആയി കൊടുക്കുമ്പോൾ ഡിവിഡൻസ് കിട്ടുന്ന ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യണം, അത് ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം, 1040 ടാക്സ് അടയ്ക്കണം. So basically C corporation ഇൻകത്തിന് ഡബിൾ ടാക്സേഷൻ ആണ് വരിക. So C corporation is the default traditional type of corporation where the business is treated as completely separate from taxpayer. Separate legal entity ആണ് ഒരു C corporation ഉണ്ടാവുക. So these are the features of C corporation. നിങ്ങൾക്ക് കാണുന്ന ഒരു കോമൺ കമ്പനി അല്ലെങ്കിൽ കോമൺ ഓർഗനൈസേഷൻ ആണ്, ഓർഗനൈസേഷൻ എന്ന് പറയില്ല, കോമൺ കമ്പനിയാണ് കോർപ്പറേഷൻ അല്ലെങ്കിൽ C corporation എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് C കോർപ്പറേഷൻ, അതായത് ബിഫോർ 1997 ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബിസിനസ്സുകളെ ഇഫ് ദേ സാറ്റിസ്ഫൈ സർട്ടൻ ക്രൈറ്റീരിയ അവർ ഓട്ടോമാറ്റിക്കലി C കോർപ്പറേഷൻ ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് 1997 മുൻപ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബിസിനസ് ചില ഫീച്ചേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ C കോർപ്പറേഷൻ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ദ ഫസ്റ്റ് ഫീച്ചർ ഈസ് ദാറ്റ് ഇറ്റ് വാസ് ഒഫീഷ്യലി ചാർട്ടേഡ് ആസ് കോർപ്പറേഷൻ. അതായത് ആ ഓർഗനൈസേഷൻ നമ്മൾ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന തന്നെ ഒരു കോർപ്പറേഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ സ്കോപ്സ് ആയിട്ടാണ്. സോ അങ്ങനെ കോപ്സ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചാർട്ടർ ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഇറ്റ് വിൽ ബി ടാക്സ്ഡ് ആസ് C കോർപ്പറേഷൻ. C കോർപ്പറേഷൻ ആയിട്ടായിരിക്കും ടാക്സ് ചെയ്യുക. ഇനി ഇഫ് ഇറ്റ് വാസ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഓർ ഇൻഷുറൻസ് കമ്പനി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ദോസ് ഓർഗനൈസേഷൻ വിച്ച് ഹാസ് ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അതായത് ആ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർസിന്റെ ആനുപാതികമായിട്ടുള്ള ഡിവിഡൻഡ് കിട്ടും. അതേപോലെ തന്നെ ആ ഷെയർസ് മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഓർഗനൈസേഷനെ നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയും. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിന് കുറേ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ആ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയറിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള ഡിവിഡൻഡ് കിട്ടും. അതേപോലെ തന്നെ ആ ഷെയർസ്
അവർക്ക് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യാം. സോ അതിനെയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. സോ ഒരു ഓർഗനൈസേഷൻ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ടാക്സ്ഡ് ആസ് കോർപ്പറേഷൻ. ഇനി ഒരു കമ്പനി ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ ഇൻഷുറൻസ് കമ്പനി ആണെങ്കിലും ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ടാക്സ്ഡ് ആസ് കോർപ്പറേഷൻസ്. Then it had more than two of the following features. ഈ പറയുന്ന ഫീച്ചേഴ്സിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ടാക്സ്ഡ് ആസ് കോർപ്പറേഷൻസ്. സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ആ കമ്പനിയെ മൊത്തം മാനേജ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരൊക്കെ ഇല്ലേ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഒരു ഓർഗനൈസേഷനെ മൊത്തം, അതായത് ഓവറോൾ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ആണ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി കൺസിഡർ ആസ് കോർപ്പറേഷൻസ്. ഇനി കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു പെർപെച്വൽ സക്സഷൻ, ഒരു ഓർഗനൈസേഷന്റെ ഓണർ മരിച്ചാൽ പോലും ആ ഓർഗനൈസേഷൻ വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ്. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെങ്കിലും ഇറ്റ് വിൽ ബി കാറ്റഗറൈസ്ഡ് ആസ് സി കോർപ്പറേഷൻ, then taxed as C corporation. Then free transferability, അതായത് ആ ഓർഗനൈസേഷന്റെ ഷെയർസ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് അത് വിൽക്കുകയും വാങ്ങുകയും വിത്തൗട്ട് എൻ റെസ്ട്രിക്ഷൻസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി, അതായത് ഒരു ഓർഗനൈസേഷന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം അവർ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്രയായിരിക്കും ലയബിലിറ്റി. അതായത് ഫോർ എക്സാമ്പിൾ മക്കളെ എത്ര ആലോചിച്ചാൽ, ഇപ്പൊ നിങ്ങളൊരു കമ്പനിയുടെ ടാറ്റയുടെ ഷെയർ മേടിക്കുന്നു വിചാരിക്കുക, ഒരു $1000 ടാറ്റയുടെ ഷെയർ മേടിക്കുന്നു. ടാറ്റയ്ക്ക് ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പൈസ അങ്ങോട്ട് കൊടുക്കണം? വേണ്ട. നമ്മുടെ 1000 ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ പോകും. അതിനെയാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്രയും ലിമിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും എമൗണ്ടേ നമ്മുടെ നഷ്ടപ്പെടുള്ളൂ. ദീസ് ആർ ലിമിറ്റഡ് ലയബിലിറ്റി. അതായത് ആ ടാറ്റ കമ്പനിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് എത്ര നഷ്ടം വരുള്ളൂ? $1000. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്നൊന്നും എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ടേ പോകുള്ളൂ. അതിനാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇതിൽ ഏതെങ്കിലും ഈ 4 ഫീച്ചേഴ്സിൽ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് ഫോളോ ചെയ്യുന്ന കമ്പനീസിന് നമ്മൾ എന്ത് പറയും? ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി കാറ്റഗറൈസ്ഡ് ആസ് സി കോർപ്പറേഷൻസ്. There is an option which is known as checkbox system under form 8832. 8832 ഫോം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു എലക്റ്റഡ് എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഡിസ്റിഗാർഡഡ് എൻറ്റിറ്റീസ്. സോ ആ ഓർഗനൈസേഷൻസിനും വേണമെങ്കിൽ കോർപ്പറേറ്റ് ആയിട്ട് ടാക്സ് ചെയ്യാനായിട്ട് പറ്റും ഇഫ് ദേ എലക്ട് സോ. So those organization which was formed or those single member or one owner company അല്ലെങ്കിൽ sole proprietorship അല്ലെങ്കിൽ partnership which was formed after 1996, 1996 ശേഷം ഫോം ചെയ്തിരിക്കുന്ന sole proprietorshipനോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിനോ if they elect in form 8832 to be taxed as corporate, അതായത് അവർ ഫോം 8832 കോർപ്പറേറ്റ് ആയിട്ട് ടാക്സ് ചെയ്യാൻ എലക്ട് ചെയ്യുകയാണെങ്കിൽ they will be considered as corporations അല്ലെങ്കിൽ C corporations, അല്ലെങ്കിൽ അവരെ ഓട്ടോമാറ്റിക്കലി കൺസിഡർ ആസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്. അതായത് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഉണ്ട്, അവർ ഫോം 8832 എലക്ട് ചെയ്യുന്നു, എന്നെ കോർപ്പറേഷൻ ആയിട്ട് ടാക്സ് ചെയ്യൂ എന്ന് പറഞ്ഞ് എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ they will be considered as corporations instead of sole proprietorship. ഇനി അതേപോലെ തന്നെയാണ് ഒരു പാർട്ണർഷിപ്പ് എലക്ട് ചെയ്യുന്നു, ഫോം 8832 എലക്ട് ചെയ്യുന്നു if the partnership was formed after 1996 and if they elect in form 8832 that consider myself as a corporation in front of tax, അതായത് ടാക്സ് അതോറിറ്റിയുടെ മുന്നിൽ എന്നെ കോർപ്പറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തോളാൻ പറഞ്ഞ് അവർ എലക്ട് ചെയ്യുകയാണെങ്കിൽ ആ പാർട്ണർഷിപ്പിനെ എന്തായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക? കോർപ്പറേഷൻ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി കൺസിഡർ ആസ് പാർട്ണർഷിപ്പ്. ഇതിനെയാണ് ചെക്ക് ബോക്സ് സിസ്റ്റം അല്ലെങ്കിൽ we can say it as check box system, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ചെയ്യുന്നത് ഫോം 8832 Then there are certain organizations which are always taxed as C corporation. C corporation ആയിട്ട് എപ്പോഴും ടാക്സ് ചെയ്യുന്ന ചില ഓർഗനൈസേഷൻ ഉണ്ട്, അവർക്ക് ചെക്ക് ബോക്സ് സിസ്റ്റോ അതൊന്നും അവൈലബിൾ ആയിരിക്കില്ല. They will be automatically considered as C corporation for tax purpose. So ആ കോർപ്പറേഷൻ ആകുന്ന ആരൊക്കെയാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ it will be automatically considered as a C corporation. ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലെങ്കിൽ certain banks ആണെങ്കിലും അതിനെ automatically will be considered as C corporations. Then business wholly owned by state or local government. State government own ചെയ്യുന്ന ഓർഗനൈസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി കൺസിഡർ ആസ് സി കോർപ്പറേഷൻ. ഇനി അതേപോലെ തന്നെ പബ്ലിക്കലി ട്രേഡഡ് പാർട്ണർഷിപ്പ്, ഇഫ് ദ കമ്പനി ഇസ് എ പബ്ലിക്കലി ട്രേഡഡ് പാർട്ണർഷിപ്പ് ആണെങ്കിലും ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി കൺസിഡർ ആസ് സി കോർപ്പറേഷൻ. Next status which is given by IRS to C corporation is personal holding company. Personal holding company എന്ന് പറയുന്നത് it's not a different categorization, ഒരു സ്റ്റാറ്റസ് ആണ്. IRS C corporation പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ് ആണ് പേഴ്സണൽ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ പ്രിവിലേജ് അല്ല കേട്ടോ, നല്ല പണിയാണ്. എന്താണ് ഈ പണി എന്ന് ഞാൻ പറയാം. മക്കളെ, ആളുകൾ എന്ത് ചെയ്യുന്നറിയോടാ, അവർക്ക് കുറേ ടാക്സ് ലൂപ്പ് ഹോൾസ് അവർക്കറിയാം. ആ ടാക്സ് ലൂപ്പ് ഹോൾസ് യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും ടാക്സ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. സോ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ള ഫോം 8832 യൂസ് ചെയ്ത്
കോർപ്പറേഷൻ ആയിട്ട് എലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഫോർ എക്സാമ്പിൾ, മക്കളെ ഒരു സാധാരണ ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന വരുമാനത്തിന് 21% ഫ്ലാറ്റ് ടാക്സ് റേറ്റ് കൊടുക്കണം. ഡബിൾ ടാക്സേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഓർഗനൈസേഷൻ എപ്പോഴാണോ ഡിവിഡൻഡ് കൊടുക്കുന്നത്, ആ ഡിവിഡൻഡ് കൊടുക്കുന്ന ടൈമിൽ എന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽസിന്റെ 1040 ആ ഡിവിഡൻഡിന് ടാക്സ് കൊടുക്കേണ്ടി വരും. സോ ബേസിക്കലി ഡബിൾ ടാക്സേഷൻ ആണ് നടക്കുക. ഇനിയിപ്പോൾ ഒന്ന് ആലോചിക്കുക, ഞാനും എൻ്റെ അച്ഛനും കൂടി ഒരു കമ്പനി തുടങ്ങി. സോ വി സ്റ്റാർട്ടഡ് എ പാർട്ട്ണർഷിപ്പ്. ആ പാർട്ട്ണർഷിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആ പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഐ ക്യാൻ ഓപ്റ്റ് ഇൻ ഫോം 8832 റൈറ്റ് ടു കൺസിഡർ മൈസെൽഫ് ആസ് സി കോർപ്പറേഷൻ. അങ്ങനെ എലക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം മക്കളെ? എൻ്റെ പാർട്ട്ണർഷിപ്പ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആയിട്ട് മാറി. അങ്ങനെ മാറിയ സമയത്ത് എന്ത് ഇൻകം ഉണ്ടായാലും 21% ടാക്സ് അടയ്ക്കും. അതിനുശേഷം ഡിവിഡൻഡ് ഞാൻ അങ്ങ് വേണ്ടാന്ന് വെക്കും. ഐ വിൽ ജസ്റ്റ് ക്രോസ് ഇറ്റ് ഔട്ട്. ഞാൻ ഡിവിഡൻഡ് എടുക്കില്ല. ഡിവിഡൻഡ് എടുക്കില്ലെങ്കിൽ എന്താ സംഭവിക്കുക? എൻ്റെ അച്ഛൻ്റെ മേലുള്ള കമ്പനിയിൽ പൈസ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ദെയർ ബൈ വാട്ട് ഐ ഡു ഈസ് ഐ വിൽ അവോയ്ഡ് പേയിങ് ടാക്സസ്. കാരണം ഡിവിഡൻഡ് എടുത്താൽ മാത്രമാണ് ഞാൻ ടാക്സ് അടക്കേണ്ടി വരിക. സോ IRS ഇത് കണ്ടുപിടിച്ചു. IRS പറഞ്ഞു, മക്കളെ എന്നിൽ if your organization satisfies 2 criteria, it will be categorized as personal holding company. So ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഒരു കമ്പനിയുടെ 50%-ലധികം ഷെയർസ് 5 അതിൽ കുറവോ ആളുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ലാസ്റ്റ് 6 മാസത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ 5 അതിൽ കുറവോ ആളുകൾ ഒരു കമ്പനിയുടെ 50%-ലേക്കുള്ള ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ കമ്പനിയുടെ ഇൻകത്തിന്റെ 60%-ന് മുകളിൽ പാസീവ് ഇൻകം ആണെങ്കിലും ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി കാറ്റഗറൈസ്ഡ് ആസ് പേഴ്സണൽ ഹോൾഡിംഗ് കമ്പനി. ആ പേഴ്സണൽ ഹോൾഡിംഗ് കമ്പനി ആയിട്ട് ഒരു സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ there will be 20% പെനാൽറ്റി. നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാതെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ 20% പെനാൽറ്റി ആയിരിക്കും നമുക്ക് വന്നുകൊണ്ടിരിക്കുക. സോ ബേസിക്കലി ഒരു ഓർഗനൈസേഷനിൽ 2 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? പേഴ്സണൽ ഹോൾഡിംഗ് കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യും. ആദ്യത്തെ ഫീച്ചർ എന്താ? 5 അതിൽ കുറവോ ആളുകൾ ആ കമ്പനിയുടെ 50%-ൽ കൂടുതൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 6 മാസത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ കമ്പനിയുടെ വരുമാനത്തിന്റെ 60%-ന് മുകളിൽ പാസീവ് ഇൻകം ആയിരുന്നു. എന്തേ പാസീവ് ഇൻകം? മക്കളെ, ഇൻകംസ് ആർ ഡിവൈഡഡ് ഇൻടു പാസീവ് ഇൻകം, ആക്റ്റീവ് ഇൻകം ആൻഡ് പോർട്ട്ഫോളിയോ ഇൻകം. ഓർമ്മയുണ്ടോ അത്? ഓൺ ദ ബേസിസ് ഓഫ് മെറ്റീരിയൽ പാർട്ടിസിപ്പേഷൻ റൂൾ അനുസരിച്ച് ഒരു ആക്ടിവിറ്റിയെ പാസീവ് ഇൻകം, ആക്റ്റീവ് ഇൻകം ആയിട്ട് ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇൻകം ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, പണിയെടുത്ത് കിട്ടുന്ന പൈസയെ നമുക്ക് എന്തായിട്ട് പറയാമെന്നറിയോ? നമുക്ക് ആക്റ്റീവ് ഇൻകം ആയിട്ട് പറയാം, അല്ലെങ്കിൽ നോൺ പാസീവ് ഇൻകം ആയിട്ട് പറയാം. നിങ്ങളുടെ വേജസ്, സാലറീസ്, ഇതെല്ലാം ആക്റ്റീവ് ഇൻകം ആണ്. ആക്റ്റീവ് ഇൻകം അല്ലെങ്കിൽ നോൺ പാസീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ പാസീവ് സൈഡിൽ കൂടെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട് നിങ്ങൾ വാടകയ്ക്ക് കൊടുത്തു, വരുമാനം, റെന്റ് കിട്ടി, ഇറ്റ്സ് എ പാസീവ് ഇൻകം. സോ ഒരു കമ്പനിയുടെ പാസീവ് ഇൻകം 60%-ന് മുകളിലാണെങ്കിൽ, അതേപോലെ തന്നെ 5 അതിൽ കുറവോ ആളുകൾ ഷെയർസ് 50%-ൽ കൂടുതൽ ഷെയർസ് കഴിഞ്ഞ 6 മാസത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ PHC സ്റ്റാറ്റസ് കിട്ടും. PHC സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിവിഡൻഡ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ 20% പെനാൽറ്റി ആയിരിക്കും കൊടുക്കേണ്ടി വരിക. സോ ദിസ് ഇസ് പേഴ്സണൽ ഹോൾഡിംഗ് കമ്പനി. സോ ഇൻ ദിസ് വീഡിയോ വി ട്രൈഡ്, അല്ലെങ്കിൽ I was trying to introduce you to C Corporation. I hope you understood certain points in C Corporation. കുറച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.